പറഞ്ഞു, നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. വെള്ളം അല്ലാഹു നൽകുന്ന വലിയൊരു റഹ്മത്താണ്. എല്ലാവരും വീട്ടിൽ നിന്ന് ഉദുവെടുത്ത് വരുന്നു. പള്ളികളൊക്കെ ടാപ്പുകളൊക്കെ നന്നായിട്ട് വെള്ളം ഒഴുകുന്ന ടാപ്പുകളാണെങ്കിൽ കമ്മിറ്റിക്കാരെ ദയവ് ചെയ്തിട്ട് വെള്ളം ഒന്ന് സ്പീഡ് കുറയുന്ന ഒരു ടാപ്പ് വെച്ചു കൊടുത്താൽ ഉദുവെടുക്കുക. ആദ്യമൊക്കെ കുറച്ച് ദേഷ്യമൊക്കെ വരും തുറക്കണമല്ലോ, ഇതെന്താ വെള്ളം ഈ മറ്റേ ഹോസിട്ടിട്ട് ശീലമായി പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്കത് വെള്ളം കുറച്ച് വരുമ്പോൾ കുറച്ച് ഭ്രാന്തൊക്കെ തോന്നും. അത് 2 ദിവസം ഉണ്ടാവുള്ളൂ, സാരമില്ല. വെള്ളത്തിൻ്റെ സ്പീഡൊന്ന് കുറക്കുക. നമ്മൾ കറണ്ടില്ലേ, നമ്മൾ കറണ്ട് ബില്ല് കൊടുക്കുന്നില്ലേ, അത് വേസ്റ്റ് ആക്കലാണ്. ഒരു മുഖം കഴുകാൻ ഈ കോടാനുകോടി മനുഷ്യന്മാർ ഒതു കൊടുക്കുകയാണെങ്കിൽ 5 നേരം ഒതു കൊടുക്കുമ്പോൾ എത്ര വെള്ളം വേണം ഭൂമിയിൽ? ആവശ്യത്തിന് മിതത്വം പാലിക്കണം. ആവശ്യത്തിന് ഹൗലുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ്. ഇപ്പം ഹൗല് കുറവാണ്, എന്നാലും ചിലയിടത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഇവിടെ ഉണ്ട്. ഹൗലുണ്ട്, ഉണ്ട്, അൽഹംദുലില്ലാ. ഈ ഹൗല് ഒതു കൊടുക്കാനുള്ളത്, അത് ചളി കഴുകാനുള്ളതല്ല. ഹൗലിൽ വന്നിട്ട് മുഖത്തെ ചളിയും മൂക്കും അതും ഇതും കറന്നിട്ട് അങ്ങോട്ട് വൃത്തികേടാക്കിയിട്ട് സുബ്ഹാനല്ലാഹ്. ഹൗദ് ഒതു കൊടുക്കാനുള്ളതാണ്. കഴുകലും കറ കളയലും കരി കളയലും കാൽമത്തെ ചളി കൈമത്തെ ചളി അതൊക്കെ പുറത്തുനിന്ന് കളയണം. ഹൗദിലിട്ടിട്ട് കഴുകിയിട്ട് എന്ത് ചെയ്യരുത്, വൃത്തികേടാക്കരുത്. അത് ദുർഗന്ധം വരും. വെള്ളം ശുദ്ധമായിരിക്കണം. അള്ളാഹുവിന് ശുദ്ധി ഇഷ്ടമാണ്. നമ്മുടെ നാട് ശുദ്ധിയുള്ള നാടാവണം. നമ്മുടെ പള്ളിയുടെയോ മദ്രസയുടെയോ പരിസരങ്ങളിൽ മൂത്രപ്പുരയുടെ ഗന്ധം വരരുത്, ദുർഗന്ധം വരരുത്. എന്തേ? അത്ഹൂറു ശത്റുൽ ഈമാൻ. വൃത്തി എന്നത് ഈമാനിന്റെ പകുതിയാണ്. അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെങ്ങനെ നമ്മൾ മൂത്രപ്പുരന്റെ മണം വെച്ചിട്ട് ഇങ്ങനെ നിസ്കരിക്കും? പള്ളിയിലൊക്കെ ഉണ്ടാവും നേരത്തെ തക്ബീറിട്ട് മൂത്രപ്പുരന്നൊരു കാറ്റ് വരാൻ. പടച്ചോനെ, അങ്ങനെ ആവരുത്. നമ്മൾ വൃത്തിയുടെ ആളുകളാണ്. വൃത്തി വേണം. നമ്മുടെ ഹൗദൻ കരയും നമ്മുടെ മുസല്ലയും നമ്മുടെ പള്ളിയും അത് മുക്രിക്കാന്റെ ജോലി മാത്രമല്ല, നമ്മളെല്ലാവരുടെയും ജോലിയാണ് പള്ളി വൃത്തിയായി കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ. അവിടുത്തെ ബാത്റൂമും അവിടുത്തെ മതാഹിർ, തങ്ങൾ പറഞ്ഞെങ്ങനെയാ പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞു, വജഅലു അലൈഹൽ മതാഹിർ. അവിടെ നിങ്ങൾ ശുദ്ധി വരുത്താൻ പറ്റുന്നതൊക്കെ പറ്റുമെങ്കിൽ പള്ളിക്കുള്ളിൽ ബഹൂറുകൾ പുകപ്പിക്കണം എന്നാണ്. ബഹൂർ അറിയില്ലേ? അറബികളൊക്കെ കത്തിക്കുന്ന സാധനം. അങ്ങനെ പറയാം. അത് അറബികൾക്ക് മാത്രം പറഞ്ഞല്ല, നമുക്കൊക്കെ പറ്റൂത്. പണ്ടൊക്കെ ആളുകൾ ദാരിദ്ര്യമുള്ള കാലമായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അള്ളാഹു ചെറിയ നിയമത്തൊക്കെ തന്നിട്ടില്ലേ? ഒരു ബഹൂറൊക്കെ വാങ്ങി പള്ളിയൊക്കെ ഒന്ന് നല്ല സുഗന്ധമാക്കാൻ എന്താ പ്രയാസം? അള്ളാഹുവിന് ഇഷ്ടമാണത്. റമളാന് വരുമ്പോൾ പള്ളികൾ അലങ്കൃതമാകുന്നത് വേസ്റ്റാക്കരുത്. പക്ഷേ പള്ളിയെ റമളാനിന് വേണ്ടി സ്വീകരിക്കാൻ ഒന്ന് മൊഞ്ചാക്കി വെക്കുക. ഹബീബായ നബി തങ്ങൾ മദീന പള്ളിയെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചപ്പോൾ പുണ്യ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും തങ്ങളത് കണ്ടുകൊണ്ട് ചിരിച്ചുവെന്നും അബൂ മൂസ അശ്അരി തങ്ങളുടെ ഹദീസിൽ കാണാൻ കഴിയും. അതിൻ്റെ ഒരു അലയൊലിയോളം നമ്മുടെ നാടുകളിലൊക്കെ നനച്ചുകുളി എന്നൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലേ? റമളാൻ വരുമ്പോൾ വീടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി, ഒന്ന് പെയിന്റ് അടിച്ച്, ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി, ഡ്രസ്സുകളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് എല്ലാം ഒന്ന് അടക്കി ഒതുക്കി റമളാനിനെ സ്വീകരിക്കാൻ. അത് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നത് ഹൃദയത്തിലെ തഖ്വയുടെ അടയാളമാണ്. പെണ്ണുങ്ങളെ, അത് ചെയ്യുന്നത് നന്മയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇദാ തطهر الرجل ثم مر الى المسجد يرعى الصلاه كتب له كاتبه بكل خطوة يخطوها الى المسجد 10 حسنات. പള്ളിയിലേക്ക് നടന്നു വരുന്നത്. അപ്പം ബൈക്കിൽ വന്നൂടെ ചോദിക്കാം, വരാൻ കുഴപ്പമൊന്നുമില്ല. സ്കൂട്ടർമ വന്നൂടെ, കാറിൽ വന്നൂടെ, പള്ളിക്ക് വരാം, അതൊന്നും കുഴപ്പമില്ല. നടന്നു വരുന്നതിന് വേറെ കൂലിയാണ്. ഡോക്ടർമാർ പറയും മാത്രം നടക്കാൻ നിൽക്കേണ്ട. അല്ലാഹുവിന്റെ റസൂൽ നടക്കാൻ പറഞ്ഞു. പള്ളിക്കൊക്കെ നടക്കാൻ പറ്റുന്ന ദൂരമാണോ? നടന്നു പോവുക. ഓരോ കാൽവെപ്പിനും 10 നന്മകൾ അള്ളാഹു എഴുതി തരും. ഒരു കാലെടുത്ത് വെച്ച് 10, അടുത്ത കാല് വെക്കുമ്പോ 10. യാ അല്ലാഹ്, പള്ളിയിലേക്ക് എത്ര ദൂരം കൂടുന്നുണ്ടോ അത്രക്ക് കാൽവെപ്പുകൾ കൂടും. സമയമുണ്ടെങ്കിൽ ചെയ്താൽ മതിയേ. വേറെ ജോലിക്ക് പോവാണ്ട് യാത്ര പോവാണ്ട് സമയമില്ല, നിങ്ങൾ ബൈക്ക് എടുത്ത് വയ്ക്കോ. പക്ഷെ അതിന്റെ ടയർ തിരിയുന്നതനുസരിച്ച് കൂലി, അതെനിക്ക് പറയാൻ അറിയില്ല. നബി തങ്ങൾ കാൽവെപ്പിനാ പറഞ്ഞത്. കാലെടുത്ത് വെച്ചാൽ ഓരോ കാൽവെപ്പിനും 10 നന്മകളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു എക്സസൈസ് മാത്രമല്ല, ഒരു ഇബാദത്തും കൂടിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന, പടച്ചവന് ഇബാദത്ത് ചെയ്യുന്നവനെ പോലെ തന്നെയാണ് പള്ളിയിൽ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന ആള്. ويكتب من المصلين من حين يخرج من بيته حتى يرجع إليه. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പുറപ്പെടുന്നത് മുതൽ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നവരെ ആ പോക്കും വരവും അടക്കം യുക്തബു മിനൽ മുസല്ലീൻ, നിസ്കരിച്ചവരുടെ കൂലി അല്ലാഹു അയാൾക്ക് നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ നിസ്കരിച്ച കൂലിയായി. നിസ്കാരത്തിന് വേറെ കൂലി, വീട്ടിലേക്ക് തിരിച്ചു അതിനും നിസ്കരിച്ചവന്റെ കൂലി. പോകുന്നതും വരവും നിസ്കാരം. വീട്ടിൽ നിന്ന് ഒളു കൊടുത്തിട്ട് പോകുന്നതിന് പ്രതിഫലം കൂടുതലാണ്.
മൻ തവല്ലഅ ബഅദ ഫറാഗിഹി മിൻ വുളൂഇഹി വുളൂ ചെയ്തു കഴിഞ്ഞ് ഒരാൾ ദുആ ചെയ്യുകയാണെന്ന് സങ്കൽപ്പിക്കുക. കഫാറത്തുൽ വുളൂന്റെ ദുആ ചൊല്ലുക. അത് കഴിഞ്ഞ് വേറൊരു ദുആ കഫാറത്തുൽ മജ്ലിസ്, ഒരു മീറ്റിംഗ്, ഒരു മജ്ലിസ് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അങ്ങനെ ഒരാൾ വുളൂ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ദുആ കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് ചൊല്ലുകയാണെങ്കിൽ അത് അല്ലാഹു മനോഹരമായ ഒരു കഷ്ണത്തിൽ എഴുതി വെക്കുകയും അതിനെ സീൽ വെക്കുകയും അന്ത്യനാളിൽ മാത്രമാണ് ആ സീല് ചെയ്ത് അടക്കം ചെയ്ത ദിക്ർ ഖിയാമത്തിൽ മാത്രമാണ് അല്ലാഹു തുറക്കുന്നത്. അതിന് അല്ലാഹു വലിയ പ്രതിഫലം നൽകുമെന്ന് വുളൂ കഴിഞ്ഞാൽ ചൊല്ലേണ്ട ഒരു പ്രത്യേക ദുആയെക്കുറിച്ച് പറഞ്ഞു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക. ആ ഒരു നീലക്കുപ്പായം അണിഞ്ഞ് ഒരു വല്ലാത്ത ഒരു അഭിമാനമുള്ള, ഒരു ആത്മധൈര്യമുള്ള, ഒരു ആത്മവിശ്വാസമുള്ള, ഒരു കരുത്തുറ്റ ഒരു അപ്പിയറൻസ് ആണ് നമ്മുടെ വിഖായ വോളണ്ടിയർമാരുടേത്. ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയുടെ A to Z കാര്യങ്ങൾ അവരാണ് മാനേജ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് അവർ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ എല്ലാവരും കഴിയുന്ന പരമാവധി സഹായിക്കണം. തൗഫീഖ് തരട്ടെ. എന്താ പറയാൻ കാരണം എന്താ പറയുക, അല്ലാഹു തൗഫീഖ് തരട്ടെ എന്ന് ഈ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പം വരും അല്ലാഹ് നാളെ മറ്റോടത്ത് എന്ന് പറഞ്ഞ് നമ്മൾ ഇബ്ലീസ് പിടിച്ചു വെക്കും. നമ്മൾ അത് വേറെ എവിടെയെങ്കിലും വല്ല ഐസ്ക്രീം കടയിലോ എവിടെയെങ്കിലും കൊടുത്തിട്ട് നമ്മൾ തീർക്കും ചെയ്യും. നമ്മൾ വിചാരിച്ച കാര്യമായിട്ട് നടക്കുന്നില്ല. പക്ഷേ ഒരു നന്മക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 70 ശൈത്താന്മാർ വന്ന് കൈപിടിക്കുന്ന കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് 70 ശൈത്താന്മാരെയും മറികടന്നിട്ട് വേണം എന്തെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാൻ. അതിനാണ് ഞാൻ തൗഫീഖിനെ ചോദിച്ചത്. അല്ലാഹ് തൗഫീഖ് എന്നാൽ തന്നെ പറ്റുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹിൻ്റെ ദീനിനെ സഹായിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. നമുക്കിവിടെ സഹചാരി സെൻ്റർ ഉണ്ടോ? ഉണ്ട്, മാഷാ അല്ലാഹ്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് മിച്ചം വരികയാണെങ്കിൽ ഇഷ്ടംപോലെ നമുക്ക് പ്രവർത്തിക്കാനുള്ള മേഖല തുറന്നു കിടക്കാൻ, ഒരുപാട് രോഗികളെ, നിരാലംബരായ ആളുകളെ സഹായിക്കാൻ നമുക്ക് ആംബുലൻസ് സംവിധാനങ്ങൾ ഉണ്ടാക്കാം, നമുക്ക് മൊബൈൽ ICU സംവിധാനങ്ങൾ ഉണ്ടാക്കാം, ഓക്സിജൻ സിലിണ്ടർ വേണ്ടി വരും, രോഗികൾ കിടക്കാനുള്ള സ്ട്രെച്ചർ വേണ്ടി വരും, വീൽ ചെയർ വേണ്ടി വരും. ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിഖായ സംവിധാനം, പ്രവർത്തനം, നമ്മുടെ ആതുര ശുശ്രൂഷ രംഗത്തൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് സഹോദര സഹോദരിമാർ അള്ളാഹുവിനെ വിചാരിച്ച് നന്നായിട്ടൊന്ന് സഹായിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലാ യഖ്റുജു മിൻ ഫീഹി ശൈഉൻ ഇല്ലാ ദഖല ഫമൽ മലക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രികാലങ്ങളിൽ നിസ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞു. പാതിരാവ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ഇന്റിമസിയുള്ള സമയമാണ്, അല്ലേ? നമുക്ക് ഏറ്റവും വിലപ്പെട്ട അല്ലാഹ്, എത്രയോ ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നീ എന്നെ ഉണർത്തിയല്ലോ റബ്ബേ, നീ എനിക്ക് ഉണരാൻ തൗഫീഖ് തന്നല്ലോ പടച്ചവനെ, ഇതിന് ഞാൻ എങ്ങനെയാണ് നിനക്ക് നന്ദി പറയേണ്ടത് പടച്ചവനെ എന്ന് കരഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തേ ഇങ്ങനെ എന്നെ എഴുന്നേൽപ്പിച്ചത് അല്ലാഹു ചെയ്ത ഒരു സൗഭാഗ്യമല്ലേ? എത്ര ആൾക്ക് എഴുന്നേൽക്കാൻ പറ്റാതിരിക്കുന്നു? ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുന്നവരെ കുറിച്ചല്ല പറയുന്നത്, മടി പിടിച്ചിട്ട് കിടന്നുറങ്ങുന്നവർ. ഒരൽപ്പം സമയം കിട്ടുകയാണെങ്കിൽ സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുക. എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു നോക്കണം. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കും. ഞാൻ പറയുന്നത് നമ്മളും പടച്ചവനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കണം. നമ്മളിങ്ങനെ ഒരു ഹാവുലാവിയിട്ട് ആ പടച്ചോണ്ട് ഉണ്ട്, വിശ്വസിക്കുന്നുണ്ട്, ഞാനൊക്കെ വിശ്വസിക്കുന്ന ആളാ, ഇതല്ല നമുക്ക് വേണ്ടത്. എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട്. യസ്മഉനി, എന്നെ കേൾക്കുന്ന എൻ്റെ റബ്ബ്. വയുറാഖിബുനി, എൻ്റെ കൂടെയുള്ള റബ്ബ്. അല്ലാഹു ഷാഹിദി, അല്ലാഹു നാദിരി, അല്ലാഹു മഈ, എൻ്റെ പടച്ചവൻ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പടച്ചവൻ ഹാദിരി, എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പടച്ചവൻ എൻ്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയായി എൻ്റെ ഒപ്പമുണ്ട്. എൻ്റെ റബ്ബ്, ഞാൻ ചോദിക്കുന്ന എൻ്റെ റബ്ബ് എനിക്ക് നൽകുന്നുണ്ട്. ഇത് പറയാൻ കഴിയണം. നിനക്ക് അനുഭവങ്ങളുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? പടച്ചവനോട് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് അല്ലാഹു എൻ്റെ ആവശ്യം നിർവഹിച്ചു തന്നു എന്ന് പറയാൻ കഴിയുന്നവരുണ്ടോ? ഉണ്ടായിരിക്കും, ഒരുപാട് ആളുകളുണ്ടാവും സദസ്സിൽ. ഞാൻ കൈപൊക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് അനുഭവം വേണം. എൻ്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇരിട്ടി, ഞങ്ങളിപ്പോൾ ഇന്ന് രാവിലെ കണ്ണൂർ ജില്ലയിലെ അങ്ങ് ഇരിട്ടിയുടെ ഉൾപ്രദേശത്തു നിന്നൊക്കെയാണ് വരുന്നത്. ഇവിടെ എത്തുമ്പോൾ ഇതൊരു വളരെ വലിയ ഉൾപ്രദേശമായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഒരു ഉൾപ്രദേശത്ത് നിന്ന് അടുത്ത ഉൾപ്രദേശത്തൊക്കെ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള യാത്രയിലെത്തിയത് ഒരു ഗ്രാമത്തിൽ നിന്ന് അടുത്തൊരു ഗ്രാമത്തിലേക്ക്. പക്ഷെ അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം മസ്കത്തിലാണ് ഇപ്പോൾ. അദ്ദേഹത്തിൻ്റെ ഉമ്മാക്കൊരു സ്ട്രോക്ക് വന്നു. തൻസീർ എന്നാണ് ഞങ്ങളുടെ സുഹൃത്തിൻ്റെ പേര്. തൻസീറിൻ്റെ ഉമ്മ സ്ട്രോക്ക് വന്ന് ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞ്
മസ്കറ്റിൽ നിന്ന് എനിക്ക് വിളിച്ചു, ഞാൻ പോവാണ് നാട്ടിലേക്ക്, ഉമ്മാക്ക് തീരെ വയ്യ, ഡോക്ടർമാരൊന്നും പറയുന്നില്ല, 6 മണിക്കൂർ കഴിയട്ടെ എന്ന് പറയുന്നു. അതീവ ഗുരുതരമായൊരവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടത്തി. ആ ഉമ്മയുടെ അരികത്തെത്താൻ വെമ്പൽ കൊണ്ടുകൊണ്ട് ആ മകൻ തൊട്ടടുത്ത ഫ്ലൈറ്റ് കിട്ടി നാട്ടിലേക്കെത്തി. ഇന്നലെ എന്നോട് ഈ സംഭവം പറഞ്ഞു. ഞാൻ ചോദിച്ചു, തൻസീർ എന്താ, ഉമ്മാക്ക് എന്തായി, ഉമ്മയുടെ വിവരമൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു, സാറേ ഞാൻ പറയാൻ വിട്ടുപോയി, ഉമ്മാക്ക് അത്ഭുതം സംഭവിച്ചു. അതെന്താ? ഉമ്മാക്ക് സുഖാവുന്ന ഡോക്ടർമാർക്ക് പോലും അറിയില്ല. അവർ പറഞ്ഞു ഒന്നും പറയാനായിട്ടില്ല. ICUവിൽ കുറെ കിടത്തി, ICUവിൽ നിന്ന് മാറ്റാൻ ഞങ്ങളൊക്കെ ധൃതിപ്പെട്ടു, അങ്ങനെ ICUവിൽ നിന്ന് മാറ്റി തന്നു. പക്ഷെ ഡോക്ടർ പറയാ ഉമ്മാക്ക് പെട്ടെന്നൊരു മാറ്റം വന്നു. ഇപ്പൊ ഉമ്മ അൽഹംദുലില്ലാ റാഹത്തായിട്ട് എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഡോക്ടർമാർ ഡോക്ടറിനെ പറഞ്ഞല്ലോ, എന്തൊരു സംതിങ്, ഒരു മിറക്കിൾ, ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ടല്ലോ നിങ്ങളുടെ ഉമ്മക്ക്. അപ്പോൾ തൻസീർ എന്നോട് പറയാം, ഞാനപ്പോൾ നിസ്കാര റൂമിൽ പോയി ഇരുന്നിട്ട് ഞാൻ അള്ളാഹുവിനോട് ഒരു കാര്യം തന്നെ പറഞ്ഞു, റബ്ബേ എൻ്റെ ഉമ്മയെ ശിഫയാക്കി തന്ന് എൻ്റെ ഉമ്മയെ എനിക്ക് തിരിച്ചേൽപ്പിക്കണം, എൻ്റെ ഉമ്മയെ എനിക്ക് തിരിച്ചേൽപ്പിക്കണം, എൻ്റെ ഉമ്മക്ക് ശിഫ നൽകണം. ഇത് ഞാൻ അള്ളാഹിനോട് ചോദിച്ചു. എന്നോട് പറഞ്ഞു, അത് പറയാറില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കണം എന്നൊക്കെ. നമുക്ക് ചോദിച്ച അനുഭവമില്ലായിരുന്നു, എനിക്കിപ്പോൾ അനുഭവം ഉണ്ടായി. എൻ്റെ ഉമ്മക്ക് വേണ്ടി ഞാനത് ചോദിച്ചു, എൻ്റെ റബ്ബ് എനിക്കത് തന്നു. എൻ്റെ മുഅ്മിനെ, ഞാനീ പറയുന്നത് ചെറുപ്പക്കാരൻ്റെ കഥയാണ്. നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു അനുഭവം വേണം. വെറും മരിക്കുമ്പോൾ മാത്രം കണ്ണീര് വാർക്കാനുള്ളതല്ല അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്നത്. നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ എൻ്റെ റബ്ബ് ഇടപെടണം, എൻ്റെ റബ്ബിന്റെ വിഷയത്തിൽ ഇടപെടണം എന്ന് റബ്ബിന്റെ മുമ്പിൽ വാശി പിടിക്കണം. എന്നിട്ട് ചോദിച്ചിട്ട് നമ്മുടെ കയ്യിൽ അത് കിട്ടണം. എന്നിട്ട് കിട്ടുന്നൊരു ഈമാനുണ്ട്. അല്ലാതെ നിങ്ങളെ കേട്ടു പോണതൊന്നും ശരിയാവില്ല. നിങ്ങൾ വേറെ ഉസ്താദ് കുറേ പറഞ്ഞു തന്നു, ഓക്കെ ഉസ്താദ് പഠിച്ചത് പറഞ്ഞു തന്നു, എനിക്കെന്ത് കിട്ടി, ഞാൻ മുമ്പിൽ എത്ര കാലായി, അങ്ങനെ പറയരുത്. റബ്ബ് നമ്മളുടെ കൂടെയുണ്ട്. ഞാൻ അരികത്തുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞ വിശുദ്ധ ഖുർആനാ. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ വാക്കല്ല. ഒരു യുക്തിവാദിക്ക് ഒരു എക്സിനും വൈക്കൊന്നും തെളിയിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ വാക്കല്ല. അതിൻ്റെ അമാനുഷികതയും അതിൻ്റെ മിറക്കിൾ സ്വഭാവവും വിശുദ്ധ ഖുർആനിൻ്റെ ആധികാരികതയും ഭാഷാഭംഗിയും ആന്തരിക സൗന്ദര്യവും മനസ്സിലാക്കിയ ഒരാൾ വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ തലകുനിക്കും. ആ വചനങ്ങൾ മനുഷ്യൻ്റെതല്ല. പുണ്യ നബിക്ക് പോലും അങ്ങനെ പറയാൻ കഴിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ഹദീസ് എടുത്താലും ഖുർആൻ രണ്ട് ഭാഷയാണ്, അറബിയാണ്, പക്ഷെ രണ്ട് ശൈലിയാണ്. ഹബീബിന്റെ ഹദീസിന്റെ ശൈലി ഒന്ന് വേറെ. സമർ കാണിച്ചെടുത്ത് ഒരു ഹദീസ് ഒരു ഖുർആൻ കൊടുത്താൽ ഇതിലേതാ ഖുർആൻ പെട്ടെന്ന് പച്ചവെള്ളം വിത്തിൻ സെക്കൻഡ്സ് പറഞ്ഞുതരാൻ കഴിയും. എന്തേ? ഖുർആനിന്റെ ശൈലി ഒന്ന് വേറെയാണ്. രണ്ടും അറബി തന്നെയാണ്. ആ റബ്ബിന്റെ സ്വാദിഖും മസ്തൂഖുമായ പുണ്യനിബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അല്ലാഹുവിന്റെ കലാം. ഖാല അവലം തുഅ്മിൻ, ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് ഈമാൻ ഇല്ലേ? ബലാ, ഉണ്ട് റബ്ബേ, എനിക്ക് ഈമാനുണ്ട്. വലാകിൻ ലിയത്മഇന്ന ഖൽബി, എൻ്റെ ഹൃദയത്തിനൊരു സന്തോഷം കിട്ടാൻ. കണ്ടല്ലോ, നമ്മൾ ചിലതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ ഒരു രസം കിട്ടുമല്ലോ. എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ സഹോദരിമാരെ അള്ളാഹുവിനോട് ചോദിക്കും. നിങ്ങൾ പടച്ചവനോട് വാശി പിടിച്ച് ചോദിക്കണം. എന്നിട്ടത് ചോദിച്ചു വാങ്ങിയിട്ട് എനിക്ക് കിട്ടി, എൻ്റെ റബ്ബെന്നെ സഹായിച്ചു എന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന 100 കണക്കിന് അനുഭവങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ റമദാൻ കണ്ണു തുറപ്പിക്കുന്ന റമദാനാകണം. ഒരു ആചാരത്തിന്റെ ഭാഗമായി നോമ്പെടുത്തു പോകല്ലേ. പാതിരാവുകളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കിൻ. അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിസ്കരിക്കും. പുണ്യനിബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പല്ല് തേക്കണം. ഒതുകൊടുക്കുമ്പോൾ രാത്രി എഴുന്നേൽക്കും ബ്രഷ് ഇടാനൊക്കെ മടി തോന്നും. ഒതുകൊടുത്ത് പോന്നാ പോരെ? അല്ല, ബ്രഷ് ചെയ്യണം, അത് സുന്നത്താണ്. ചായ കുടിക്കാൻ വേണ്ടി മാത്രമല്ല, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഒന്ന് വായൊന്ന് വൃത്തിയാക്കണം. ഇദാ ഖാമ അഹദുകും യുസല്ലി മിനൽ ലൈലി ഫൽയസ്തക്, രാത്രി നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ വായ ഒന്ന് നന്നായി വൃത്തിയാക്കണം. എന്തുകൊണ്ടെന്നറിയുമോ? നിങ്ങൾ നിസ്കരിക്കുന്ന മുസല്ലയിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ, അതിശക്തമായ, അതിപവിത്രമായ ഒരു പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ചില ആളുകൾ നിങ്ങളുടെ റൂമിലേക്ക് വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൽയസ്തക്, പേടിപ്പിക്കാനല്ല, മലക്കുകൾ പേടിപ്പിക്കാൻ വരില്ല, ജിന്നുകളും പേടിപ്പിക്കാൻ വരുന്നില്ല. ഓരോ പണിയെടുത്ത് പോവുകയാണ്. നമ്മൾ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ടാണ്. പേടിപ്പിക്കാനായിട്ട് ജീവികളൊന്നും ഈ ലോകത്തുള്ള പറിച്ചു വിട്ടില്ല. ഓർക്ക് അവരുടേതായ ജോലിയുണ്ട്. ആ ജോലിയിൽ അവർ വ്യാപൃതരാണ്. നമ്മൾ നമ്മുടെ പണിയെടുക്കുക, അവരവരുടെ പണിയെടുത്തോളൂ.
ജിന്നുകളെപ്പോലെ കണ്ണുകളെ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്തവരാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. അതുകൊണ്ട് നിങ്ങൾ വുളു എടുക്കുമ്പോൾ, വുളു എടുത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ബ്രഷ് ചെയ്യണം. കാരണം ഫഇന്ന അഹദകും ഇദാ ഖറഅ ഫീ സ്വലാത്തിഹി, നിങ്ങൾ നിസ്കാരം തുടങ്ങി ഫാത്തിഹ ഓതാൻ തുടങ്ങിയാൽ അപ്പോഴാണ് ആള് വരിക. ഫഇന്ന അഹദകും ഇദാ ഖറഅ ഫീ സ്വലാത്തിഹി, നിങ്ങൾ നിസ്കാരത്തിൽ ഫാത്തിഹ തുടങ്ങി നിങ്ങൾ ഓതാൻ തുടങ്ങിയാൽ, ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ, വളഅ മലകുൻ ഫാഹു അലാ ഫീഹ്, ആ ഓതുന്ന മനുഷ്യന്റെ ചുണ്ടിലേക്ക് അല്ലാഹുവിന്റെ മലക്ക് ചുണ്ട് ചേർത്ത് വെച്ച് നിൽക്കും. വലാ യഖ്റുജു മിൻ ഫീഹി ശൈഉൻ ഇല്ലാ ദഖല ഫമൽ മലക്, അവരുടെ വായിൽ നിന്ന് ഓതുന്നത്, വായിലൂടെ വരുന്ന ശബ്ദം, വായിൽ നിന്ന് വരുന്ന കാറ്റ് ആ മലക്കിന്റെ വായിലേക്ക് കടക്കുന്നുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദുർഗന്ധമാണെങ്കിൽ ആ ദുർഗന്ധം മലക്കിന്റെ വായിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വായ സുഗന്ധമുള്ളതാക്കണം, ദുർഗന്ധമുണ്ടാവരുത്. നന്നായിട്ട് ബ്രഷ് ചെയ്യണം, വായ വൃത്തിയാക്കണം, എന്നിട്ടേ നിങ്ങൾ നിസ്കരിക്കാവൂ. അത് പവിത്രമായ നേരമാണ്, പവിത്രതയുള്ള. ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ കാന യുസല്ലി അലാ മൻകിബിഹിൽ യമീൻ, മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ എന്ന സ്വഹാബിയോട് വലതു ഭാഗത്തിരിക്കുന്ന മലക്കും ഇടതു ഭാഗത്തിരിക്കുന്ന മലക്കും അസ്സലാമു അലൈക്കും യാ ഇമ്രാൻ സലാം പറഞ്ഞിരുന്നു. മലക്ക് രണ്ടുപേരും സലാം പറയും. ആ രണ്ട് സലാമിനും ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങൾ മറുപടിയും പറയും. സ്വഹാബിയാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. അപ്പം അത് സാധ്യമാണെന്ന് മനസ്സിലായി. നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, നമ്മളെ കൊണ്ട് പറ്റാത്ത കുറേ ഉണ്ടല്ലോ. അതിന് നമ്മൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ അള്ളാഹു അത് സാധ്യമാക്കി തരും. ലൗ തദൂമൂന അലാ മാ തകൂനൂന ഇൻദി ലസ്വാഫഹതുകുമുൽ മലായികതു അലാ തുറുഖ്, എൻ്റെ സദസ്സിൽ നിങ്ങൾ ഇരിക്കുന്നത് പോലെ മുഴുസമയവും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ നിങ്ങൾക്ക് വഴികളിൽ വന്ന്, വഴിവക്കിൽ വന്നുകൊണ്ട് സലാം തന്ന് കൈപിടിക്കുമായിരുന്നു. ഹൃദയം ശുദ്ധമാണെങ്കിൽ ചില മറ്റുള്ളവർക്ക് കാണാൻ കഴിയാതെ മുഅ്മിനീങ്ങളുടെ കൈപിടിച്ച് സലാം പറയാൻ അള്ളാഹുവിൻ്റെ മലക്കുകൾ വഴിയോരങ്ങളിൽ വന്നു നിൽക്കുമെന്ന് ഹദീസിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ മുഅ്മിനീങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ്, ഇതൊന്നും ഇല്ലാത്ത കാര്യമല്ല ഞങ്ങൾ ഈ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സാധ്യമാണ്. സ്വഹാബികളിൽ ചില ആളുകൾക്ക് ജിബ്രീൽ തങ്ങളെ കാണാമായിരുന്നു, ചില ആളുകൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. അബൂ ഹുറൈറ തങ്ങൾ, അനസ് ഇബ്നു മാലിക് എന്നവരെ, മുആദ് ഇബ്നു ജബൽ എന്നവരെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഈ നാല് സ്വഹാബിമാർ, മറ്റു കൂടെയുള്ള സ്വഹാബിമാർ സിദ്ദീഖ് എന്നവരുണ്ട്, കൂട്ടത്തിൽ ഉമർ എന്നവരുണ്ട്. മറ്റുള്ളവരൊന്നും കാണാതെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഹബീബിന്റെ സദസ്സിൽ കാണാൻ ഭാഗ്യമുണ്ടായ സ്വഹാബികളായവര്. അവരുടെ ജീവചരിത്രത്തിന്റെ അവസാനം കണ്ണിനൊരു മങ്ങൽ വന്നു ഈ നാല് സ്വഹാബിമാർക്ക്. എന്തുകൊണ്ട്? പ്രകാശത്താൽ പടക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരുപാട് തവണ കണ്ടതുകൊണ്ടാകണം കണ്ണിന് ആ ഒരു മങ്ങലേറ്റത് എന്ന് ഈ മഹാന്മാരായ സ്വഹാബികളെ സംബന്ധിച്ച് റിജാലിൻ്റെ ആലിമീങ്ങൾ അവരെ സംബന്ധിച്ച് ഇവിടെ തർജുമയിൽ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അത് സാധ്യമാണ്. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. നമ്മുടെ ഈമാനങ്ങ് കൂടും, നമുക്കൊരു ബോധ്യം വരും. നാട്ടുകാരെ ബോധിപ്പിക്കൽ നമ്മുടെ ബാധ്യതയല്ല, നാട്ടുകാർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. നാട്ടുകാരെ പിന്നാലെ നടന്ന് ബോധിപ്പിക്കൽ കഴിയൂല. പുണ്യനബി തങ്ങൾക്ക് സാധിച്ചോ സല്ലല്ലാഹു അലൈഹി വസല്ലം? തങ്ങൾ ജീവിച്ചിരിക്കും. അബൂജഹൽ, ഉത്ബത്ത്, ഉമയ്യൊക്കെ അവിടെ ജീവിച്ചില്ലേ? തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. ബുദ്ധിയുള്ളവരത് സ്വീകരിച്ചു. അല്ലാത്തവൻ ആ വരുന്നോട് വെച്ച് കാണാന്ന് വന്ന് ഒരു കണ്ടും ചെയ്തു. ഇതാ സംഭവിച്ചത്. നമുക്കനുഭവം വേണം, നമുക്കനുഭവിക്കാൻ കഴിയുന്നതാണ് ഈ ദീൻ എന്ന് പറയുന്നത്. ഇതൊരു വല്ലാത്ത ആനന്ദമാണ്, ഇതിനൊരു ടേസ്റ്റ് ഉണ്ട്, ഇതിനൊരു മധുരമുണ്ട്, ഇതിന് ഒരു ആസ്വാദനമുണ്ട്. ആ ആസ്വാദനം ഇബാദത്തിലൂടെയേ ലഭിക്കുള്ളൂ. അള്ളാഹുലേക്ക് അടുക്കുന്നതോടുകൂടെ നമുക്ക് അള്ളാഹു ചില കാണാത്ത ലോകങ്ങളെ നമ്മുടെ കണ്ണുകൊണ്ട് കാണിച്ചു തരും. അതിപ്പോൾ നമുക്ക് കിട്ടുമോ? കിട്ടും. സാധാരണക്കാരിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരായി ജീവിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ, ഈ മജ്‌ലിസിലുണ്ട്. നമ്മൾ ഒരു കൂലിപ്പണിക്ക് പോകണമല്ലേ, കൃഷിക്കാരല്ലേ, മതി. തഖ്വയുണ്ടോ? അള്ളാഹുർക്ക് അതിന് സാധിച്ചു കൊടുക്കും. അയ്യുമാ മുസ്ലിമിൻ ലഖിയാമു റജുലിൻ ഫിസ്സഫി ഫീ സബീലില്ലാഹി സഅതൻ അഫ്ളലു മിൻ ഇബാദത്തി 60 സന. ഈ ഹദീസ് കേൾക്കുമ്പോൾ വിഖായ വളണ്ടിയർമാരെ കുറിച്ചൊക്കെ പറഞ്ഞതാണോ എന്നൊക്കെ തോന്നിപ്പോകും.
ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾ മുൻകാലങ്ങളിൽ യോദ്ധാക്കളായിരുന്നു. പക്ഷേ മൊത്തത്തിൽ അള്ളാഹുവിന് പൊരുത്തമുള്ള വഴിയിൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയിൽ വ്യാപൃതരായി 1 മണിക്കൂർ നമ്മൾ നിന്നാൽ لقيام رجل في الصف في سبيل الله عز وجل ساعة أفضل من عبادة 60 سنة. അല്ലാഹു അസ്സ വജല്ലക്ക് വേണ്ടി, പടച്ച തമ്പുരാന് വേണ്ടി 1 മണിക്കൂർ നേരം പടച്ചവന്റെ വഴിയിൽ നിൽക്കാൻ ഒരു ചെറുപ്പക്കാരന്, ഒരു പുരുഷന്, ഒരു മനുഷ്യന്, ഒരു പെണ്ണിന് സാധ്യമായിട്ടുണ്ടെങ്കിൽ സേവനം ചെയ്തുകൊണ്ട്, സേവനത്തിലായി, ഖിദ്മത്തിലായി, പടച്ചവന് വേണ്ട അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് നന്മ ചെയ്യാൻ, പടച്ചവന്റെ സൃഷ്ടികൾക്ക് സേവനം ചെയ്യാൻ 1 മണിക്കൂർ നേരം നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ 60 വർഷം ഇബാദത്ത് ചെയ്തതിനേക്കാളും പ്രതിഫലം 1 മണിക്കൂർ നേരത്തിന് അള്ളാഹു നൽകുമത്രേ. ആലോചിച്ച് നോക്കൂ. ദീനിന് സേവനം ചെയ്യുന്ന ലോകത്ത് ഒരുപാടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വലിയ 100ാം വാർഷിക മഹാസമ്മേളനം നടന്നു അല്ലേ? എത്ര ആയിരക്കണക്കിന് വളണ്ടിയർമാർ വെയിൽ കൊണ്ട് തളർന്ന് ഉറങ്ങിയിട്ടില്ല അവര് ആഴ്ചകളോളം. അലൈഹി ഫൈസി ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു, അത് ഓരോ മണിക്കൂറിനും 60 വർഷത്തെ ഇബാദത്തിന്റെ കൂലിയാണ്. അപ്പൊ എത്ര വലിയ കൂലിയുമായിട്ടാണ് അവർ മടങ്ങി. ഭക്ഷണം നിയന്ത്രിക്കാനും, ആളുകളെ നിയന്ത്രിക്കാനും, ക്രൗഡ് മാനേജ്മെന്റ്, സ്റ്റേജ് നിയന്ത്രിക്കാനും, വേദി നിയന്ത്രിക്കാനും, അവിടുത്തെ വെള്ളം, കരണ്ട് തുടങ്ങി ഏതെല്ലാം, അവിടുത്തെ മെഡിക്കൽ, അവിടുത്തെ ആതുര ശുശ്രൂഷകൾ, എത്രയെല്ലാം സംവിധാനങ്ങൾ, ഇതൊക്കെ നോക്കി നടക്കാൻ കണ്ണുമിഴിച്ച് ഉറങ്ങാനും കഴിയാതെ ത്യാഗം ചെയ്ത് പടച്ചവന് വേണ്ടി ത്യാഗം ചെയ്യുന്നു 1 മണിക്കൂർ. അത് റമളാനിൽ കൂടിയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ലഖിയാമു റജുലിൻ ഫിസ്സഫി ഫീ സബീലില്ലാഹി അസ്സ വജല്ല സാഅ. 1 മണിക്കൂർ നേരം അല്ലാഹുവിന് വേണ്ടി, പടച്ചവന് വേണ്ടി ഒരു മനുഷ്യൻ നിൽക്കുകയാണെങ്കിൽ ആ നൃത്തം 60 വർഷം നിസ്കരിക്കാൻ നിന്നതിനേക്കാളും പ്രതിഫലമുണ്ടത്രേ. സേവനം വലിയ കൂലിയാണ്. ജനങ്ങൾക്ക് നന്മ ചെയ്യാം. അതെവിടെ അവസരമുണ്ടോ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. موقف ساعة في سبيل الله خير من قيام ليلة القدر عند الحجر الأسود. പടച്ചവനെ, മൗഖിഫു സാഅത്തിൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ, അല്ലാഹുവിന്റെ വഴിയിൽ 1 മണിക്കൂർ നേരം നിങ്ങൾ ചെലവഴിക്കുന്നത് ഖൈറും മിൻ ഖിയാമി ലൈലത്തിൽ ഖദ്ർ ഇൻദൽ ഹജറിൽ അസ്വദ്. റമളാനിൽ ഉംറക്ക് പോകണം, നമുക്ക് ആഗ്രഹമാണ് അല്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. റമളാനിലെ ഉംറത്തുൻ ഫീ റമളാന തഅദിലു ഹജ്ജതൻ മഈ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്ത കൂലിയാണ് റമളാനിൽ ഒരാൾ ഉംറ ചെയ്താൽ. റമളാനിലെ ഒരു ഉംറ ഒരു ഹജ്ജിന്റെ കൂലി എന്ന് മാത്രമല്ല, ഹബീബിന്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്ത കൂലിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ശരിക്കും അറിഞ്ഞു ചോദിച്ചാലേ നടക്കും. നമ്മളൊക്കെ ഇവിടുന്ന് എൻ്റെ കടം വിടാതെ ഞാൻ എവിടുന്ന് പോകാനാ മൂല്യരെ, ഞാൻ ആമ്യം പറഞ്ഞിട്ട് നടക്കൂല എന്ന് എനിക്കറിയാലോ. അങ്ങനെയൊന്നും ചിന്തിക്കണം. നടക്കും, നടന്നിരിക്കും. നിങ്ങൾ വിചാരിക്കാത്ത വഴിക്ക് അള്ളാഹു നിങ്ങൾക്ക് നടത്തിത്തരും. ഞാനിപ്പോൾ ഇങ്ങോട്ട് പരിപാടിക്ക് വന്നത് ഷൊർണൂരിൽ നിന്ന് എൻ്റെ സുഹൃത്ത് സിദ്ദീഖാൻ്റെ കൂടെയാണ്. മൂപ്പരുടെ ഒരു മോനത്തെ വണ്ടി, സെക്കൻഡ് വണ്ടി, എന്നാലും ഞങ്ങൾ ആ വണ്ടിയിൽ ഒന്ന് യാത്ര ചെയ്യണമെന്നൊക്കെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് അതിലാണ് വന്നത്. അവർ പോയിട്ട് പോകും. അപ്പോൾ സിദ്ദീഖ് സാഹിബ് പറയുന്നു, അദ്ദേഹത്തിന് 33-34 വയസ്സ് പ്രായമുള്ളപ്പോൾ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ കൂടെ ഉംറക്ക് പോയി. അത്തിപ്പറ്റ ഉസ്താദ് അറിയാലോ. ഉസ്താദ് ഈ ഭാഗങ്ങളിലൊക്കെ ഉസ്താദിൻ്റെ മജ്ലിസുകൾ സ്ഥാപിക്കാൻ വേണ്ടിയും സ്വലാത്ത് പരിപാടികൾക്കും ദുആക്കൊക്കെ വരാറുണ്ടല്ലോ, ഉണ്ടായിരുന്നല്ലോ. അള്ളാഹുയുടെ ദറജയുടെ മഖാമിന് അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ജീവിച്ച് ദീൻ കാണിച്ചു തരുന്ന ആലിമീങ്ങൾ, നമുക്കതാണെന്ന ആവശ്യം. പറഞ്ഞ് കാണിച്ചു തരാൻ ഒരുപാട് ആൾക്കാർ കൊണ്ട് പറ്റും. ജീവിച്ച് കാണിച്ചു തരാം. വാവാടെ കുഞ്ഞുക്കോയ മുസ്ലിയാർ അങ്ങനെയായിരുന്നു. ദീൻ തർബിയത്ത് ചെയ്യുന്ന ആളുകൾ. ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ, നാദാപുരം മാത്രം ചേലക്കാട്, ഞങ്ങളെവിടെ ഒരു ചേലക്കാട് ഞാൻ കണ്ടുവരുന്നവർ, ഒരുപാട് ആലിമീങ്ങൾ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ, ഒരുപാട് സമസ്തയുടെ മഹാന്മാരായ ആലിമീങ്ങൾ ഒക്കെ അങ്ങനെ. അത് അല്ലാഹു നൽകിയ വലിയൊരു സൗഭാഗ്യമാണ്. വത്തിപ്പറ്റസ്ഥാൻ്റെ കൂടെ ഉംറക്ക് അദ്ദേഹം ഇപ്പോൾ വരുന്ന വഴിക്ക് അങ്ങോട്ട് ഇങ്ങനെ ഒരു കഥ പറയും, ഒരു മക്കാമിൻ്റെ ഒരു ചരിത്രങ്ങൾ പറഞ്ഞു വരുമ്പോൾ. അപ്പോൾ ഉസ്താദ് അന്ന് റമളാനിൽ ഒരു ഉംറ ചെയ്തു. അങ്ങനെ തവാഫ് കഴിഞ്ഞിട്ട്
തളർന്ന് ക്ഷീണിച്ചിരിക്കുക. അപ്പോൾ തവാഫ് കഴിഞ്ഞാൽ ഒരു സംസം കുടിക്കൽ സുന്നത്തുണ്ട്, നോമ്പ് വെച്ചിട്ട് പറ്റൂലല്ലോ. ഉസ്താദ് പറഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് സഅയ് ചെയ്യാൻ പോവാം. അപ്പോൾ സിദ്ദീഖ് സാഹിബിനെ വലിയ ഇഷ്ടമാണ് ഉസ്താദിന്. ഇവരുടെ വാപ്പ അതേപോലെ ഉസ്താദിൻ്റെ വലിയ മുഹിബ്ബായിരുന്നു. ഇതുപോലെ ഉസ്താദ് വന്നിരുന്നൊരു അവിടുത്തെ ഒരു വീട്ടിലെ റൂമൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് അവിടെ ഷൊർണൂരില്ല. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, മോൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഉസ്താദ് എനിക്ക് ഹജ്ജിന് വരണം, എനിക്കും ഭാര്യയ്ക്കും ഹജ്ജിന് വരണം. ഒരാൾക്ക് നല്ല പറഞ്ഞു. അന്ന് ഹജ്ജിന് വരാനുള്ള വകുപ്പൊന്നും അദ്ദേഹത്തിനില്ല. പക്ഷെ നല്ല ഹറമിൻ്റെ മുമ്പെന്നാണ് ചോദിക്കണത്, റമദാനിലാണ് ചോദിക്കണത്, ഹാബിൻ്റെ മുമ്പെന്നാ അത്തിപ്പറ്റ ഉസ്താദാണ് ചോദിക്കണത്. ഉസ്താദെ എനിക്കും കുടുംബത്തിനും ഹജ്ജിന് വരാൻ, ഇനിയിപ്പോൾ 2 മാസമുള്ളൂ ഹജ്ജിന്, ഇതല്ല അടുത്ത ഹജ്ജിന് എനിക്കും കുടുംബത്തിനും ഹജ്ജിന് പോകണം, ഉസ്താദ് ദ്വാരക്കെന്ന് പറഞ്ഞു. സബർ അള്ളാഹിനോട് മുദ്വാരക്കാലോ, ദുആ ചെയ്യാം. ചെറിയൊരു ഉസ്താദ് ദുആ ചെയ്തു. അദ്ദേഹം പറയാ, ആ പറഞ്ഞ ഹജ്ജിന് ഞാനും അവരുടെ മുമ്പിൽ വെച്ച് ചില മഖാമുകളിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ദുആഇന് വലിയ ഫലമായി ഇൻസ്റ്റന്റ് ഉത്തരായിരിക്കും അത്. അതുകൊണ്ട് നമുക്കത് സാധ്യമാണോ, എനിക്കത് കഴിയോ? വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിനെ എന്തും എങ്ങനെയും ചെയ്യാൻ കഴിയുന്നവനാണ് അല്ലാഹു. പടച്ചവന്റെ ആ ഒരു ഖുദ്റത്തിനെ മുൻനിർത്തിയിട്ട് വേണം നമ്മൾ ചോദിക്കാൻ. നമ്മുടെ ഖുദ്റത്തിനെ നോക്കിയിട്ടല്ല, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. നമ്മൾ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ലൈഫീങ്ങളാണ്. പക്ഷെ അല്ലാഹു ഹുവൽ ഖാദിറുൽ മുഖ്തദിർ, എല്ലാം കഴിയുന്നവനാണ് അല്ലാഹു. പടച്ചവനത് സാധിപ്പിച്ചു കൊടുക്കും. എത്ര വല്യമ്മമാരൊക്കെ ഹജ്ജിന്, ഇവർക്ക് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ബാത്റൂമൊക്കെ നടക്കണമെങ്കിൽ കൈപിടിക്കേണ്ടി വരും. അവർ ഹജ്ജിന് പോയാൽ ഒറ്റക്ക് നടക്കണില്ലേ? അവർ എത്ര തവാഫ് ചെയ്യുന്നു, എത്ര സഅയ് ചെയ്യുന്നു, മിനായിലും അറഫയിലും മുസ്ദലിഫിലൊക്കെ നടക്കണില്ലേ? ഹജ്ജിന് കഴിഞ്ഞ് വന്ന വല്യമാരെ കാലുകൊണ്ട് വയ്യ, പോകുന്നത് വരേക്കും വല്യമാക്ക് വയ്യ. ഹജ്ജിനും ഉംറക്കും മാഷാ ഒരു കുഴപ്പമുണ്ടായില്ല, മാഷാ അല്ലാഹ് റാഹത്തിൽ ചെയ്തു. നമ്മൾ കേൾക്കാറില്ലേ? എവിടുന്ന് അത് കിട്ടണത്? ഖൽബിന്റെ ഉള്ളിൽ നീയത്ത് കിട്ടിയപ്പോൾ അല്ലാഹു ഒരു ഖുദ്റത്താണ് കൊടുത്തു അവിടെ. അതാണ്. അത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിക്കല്ലേ. അള്ളാഹു കഴിയുന്നവനാണ്. അള്ളാഹു നമുക്ക് റമളാനിൽ തന്നെ ഉംറ ചെയ്യാനും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യനബി തങ്ങൾ പറയാ, ഈ റമളാൻ നമുക്കതിനെ സാധ്യമാക്കണം. ഹജറുൽ അസ്വദിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ലൈലത്തുൽ ഖദറിൽ നിസ്കരിക്കുക. 27 രാവിലെ മക്കത്ത് കൂടാ, മദീനത്ത് കൂടാ, അതൊരു ഒരു മുഅ്മിനിന്റെ സ്വപ്നമാണ്. അല്ലെ, റമളാൻ അവസാനത്തെ 10 മിനിമം 27 രാവിലെങ്കിലും ആ ഖിയാമുൽ ലൈൽ അത് ഹജറുൽ അസ്വദിന്റെ മുമ്പ് തന്നെ നിസ്കരിക്കാൻ പറ്റിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി ആലോചിക്കാം, റമളാനിലെ ലൈലത്തുൽ ഖദറിലെ ഹജറുൽ അസ്വദിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നതിനേക്കാളും ഖൈറാണ് അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു വഴിയിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ ഒരു രോഗിയെ സന്ദർശിക്കുന്നത്, ഒരു വീട്ടിലേക്ക് ഭക്ഷണ സാധനം എത്തിച്ചു കൊടുക്കുന്നത്, ഒരാളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നത്, പള്ളിക്കും മദ്രസക്കും വേണ്ടി ഓടി നടക്കുന്നത്, പള്ളി കമ്മിറ്റി കൂടുന്നത്, മദ്രസയ്ക്ക് വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കുന്നത്, ഇവിടുത്തെ SKSF-ന്റെ പ്രവർത്തകന്മാർ രാജ്യത്തിന്റെയും നാടിന്റെയും നന്മയ്ക്ക് വേണ്ടി ഒരു ഒത്തുചേരൽ നടത്തുന്നു. 1 മണിക്കൂർ നേരത്തെ മീറ്റിംഗ്. ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ലൈലത്തുൽ ഖദറിന്റെ രാവിൽ കഅബാലയത്തിന്റെ മുമ്പിലെ കഅബയിൽ അല്ലാഹു സ്ഥാപിച്ച സ്വർഗ്ഗത്തിലെ കല്ലായ ഹജറുൽ അസ്വദിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നതിനേക്കാളും 1 മണിക്കൂർ നേരത്തിന് അല്ലാഹു കൂലി കൊടുക്കും. അത് റമളാനിൽ മാത്രമല്ല, റമളാനിലാണെങ്കിൽ അതിന്റെ പ്രതിഫലം എത്രയാണ്. അതുകൊണ്ട് റമളാനിന്റെ രാപ്പകലുകൾ ഇൻഷാ അല്ലാഹ് ഖൈറായ വഴികളിൽ നമുക്ക് അല്ലാഹു ചെലവഴിക്കാൻ തൗഫീഖ് തരട്ടെ. حرم على عينين أن تنالهما النار. 2 കണ്ണുകൾക്ക് നരകം ബാധകമല്ല, നരകം അവരെ തൊടുകയില്ലെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 കണ്ണുകൾ, ആ കണ്ണു പോവില്ല എന്ന് പറഞ്ഞാൽ ആ കണ്ണുള്ള മനുഷ്യ നരകത്ത് പോവില്ല എന്നാണ്. ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണ്, അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണ്. അല്ലാഹുവിനെ, ഞാൻ എങ്ങനെയാണ് റബ്ബേ ഈ പാപങ്ങളുമായി നിന്നെ കണ്ടുമുട്ടാൻ പോകുന്നത്? നീ എന്നെ വിചാരണ ചെയ്യുകയാണെങ്കിൽ നാളത്തെ എൻ്റെ ആഖിറം എന്തായിരിക്കും റബ്ബേ എന്നോർത്ത് പേടിച്ച് വിലപിക്ക് അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണ്. ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണ്. വ ഐനുൻ തഹറുസു ഫീ സബീലില്ലാഹ്, ജനങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി കാവൽ നിന്നുകൊണ്ട് ഉറക്കൊഴിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ, ഒരു നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് നടക്കുന്ന ആളുകൾക്ക് അവരുടെ കണ്ണുകളും അല്ലാഹു നരകത്തെ തൊടിയിപ്പിക്കുകയില്ലെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നാടിന് വേണ്ടി പോലീസുകാര്, പട്ടാളക്കാര്, പാറാവുകാര്, ബോർഡർ കാക്കുന്ന സോൾജിയേഴ്സ്,
ഇവരൊക്കെ ഈമാനുണ്ടെങ്കിൽ ആഖിറം വരെ നീണ്ടു നിൽക്കുന്ന അമലാണ് ഇതൊക്കെ. ദുന്യാവിൽ ചെയ്യുന്ന നന്മകൾക്ക് അല്ലാഹു ദുന്യാവിൽ കൂലിയെടുക്കും. അത് മുസ്ലിമിനും അമുസ്ലിമിനും ദുന്യാവിൽ ചെയ്യുന്ന നന്മകൾക്ക് കൂലിയുണ്ട്. പക്ഷേ ഈമാനുള്ളവർക്ക് മാത്രമേ പരലോകത്ത് കൂലി ഉണ്ടാവുള്ളൂ. 2 കണ്ണുകളെ നരകം തൊടുകയില്ല. ഒന്ന് രാജ്യത്തെ കാക്കുന്ന കണ്ണുകളാണ്, മറ്റൊന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ട് പടച്ചവനെ പേടിച്ച് കരയുന്ന കണ്ണുകൾ. ഈ 2 കണ്ണുകൾക്കും നരകം നിഷിദ്ധമാണത്രേ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനെ ഓർത്ത് കരയുക, ഇതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ മുമ്പിനെ? ഇതിന് ഒരു 50 റുപ്യ ഫീസ് ഉണ്ട്, പള്ളി കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും നിലവിളിക്കൂല അല്ലേ? കരയണമൊക്കെ ശരിയാണ്, പക്ഷേ റെസിറ്റ് ഉണ്ടാവും. 100 റുപ്യ ഫീസ് കൊടുത്താലേ ഈ കരച്ചിൽ പള്ളി കമ്മിറ്റി സ്വീകരിച്ചാലേ കിട്ടുള്ളൂ. അങ്ങനെയൊന്നും അതൊന്നുമില്ലല്ലോ. നിങ്ങൾ എവിടെ നിന്ന് കരഞ്ഞാലും എപ്പോൾ കരഞ്ഞാലും അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞാൽ ഇതിന് കൂലിയുണ്ട്. അള്ളാഹ് കാത്ത് ഇതിനൊക്കെ അതൊരു ഫീസ് ഈടാക്കുകയാണെങ്കിൽ നമ്മൾ വല്ലതും ചെയ്യുമോ? അതൊക്കെ ഫ്രീ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പറ്റണില്ല. ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, പടച്ചവനെ പേടിച്ച് കരയുന്ന കണ്ണുകൾ. അയ്യുക്കും ഖലഫൽ ഖാരിജ ഫീ അഹ്ലിഹി വമാലിഹി ബിഖൈരിൻ കാന ലഹു മിസ്ലു നിസ്ഫി അജ്രിൽ ഖാരിജ്. നാട് വിട്ടുന്നവര്, നമ്മുടെ വിഖായ വോളണ്ടിയേഴ്സ് ഒക്കെ വെള്ളപ്പൊക്കം വന്നപ്പോഴും പല പ്രകൃതി ദുരന്തങ്ങളുണ്ട്. ഇപ്പൊ വയനാട്ടിലേക്ക് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് നമ്മുടെ നാട് ആലപ്പുഴ, തിരുവനന്തപുരം, കന്യാകുമാരി വരേക്കും, കാസർഗോഡ്, കർണാടകക്കുള്ളിൽ വരേക്കും നമ്മുടെ പ്രവർത്തകന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഒരുപാട് മക്കള് ഉമ്മാർക്ക് കാണാൻ കിട്ടിയിട്ടില്ല. എന്തേ? അവര് നാട് വിട്ടിറങ്ങിയതാണ്. എന്തിന്? ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ. അങ്ങനെ ഒരാൾ നാട്ടിൽ നിന്ന് പോകുമ്പോ ആ വീട്ടുകാരെ സംരക്ഷിക്കുന്ന ആളുകൾ, അത് നാട്ടുകാരുടെ ബാധ്യതയാണ്. ഒരാൾ പോയത് ഒരു നല്ല കാര്യത്തിനാണ്. അതിൽ ഒരു തവണ നിങ്ങൾ കൊടുത്തത് ദാനം ചെയ്തതിന്റെ പ്രതിഫലം, അതിൽ ഒരു തവണ നിങ്ങൾ കൊടുത്തത് ദാനം ചെയ്തതിന്റെ പ്രതിഫലമായിരിക്കും. കടം കൊടുത്താൽ തിരിച്ചു കൊടുക്കണം, അത് നമ്മുടെ ബാധ്യതയാണ്. മനുഷ്യന്മാർ തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് അപ്പോൾ ആരും കടം കൊടുക്കൂല. ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പറയും. എന്തെന്നറിയോ? എടാ എൻ്റെ പൈസ എടുക്കാനായോ എന്ന് ചോദിച്ചാൽ അന്നു മുതൽ ആ പൈസ തന്ന ആള് ഇവന് ശത്രുവാ. പിന്നെ നോക്കണം, കുടുങ്ങിയ നേരത്തെ ഉപകാരം ചെയ്ത മനുഷ്യൻ നാളെ തരാന്ന് പറഞ്ഞ് പോയിട്ട് ആ നാളെ എന്ന് പറഞ്ഞത് 5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ആ പൈസ എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ മുതൽ പിന്നെ അവനെ കണ്ടാൻ മിണ്ടൂല, അവന് മുമ്പിലേക്ക് വരൂല, അവനെ പിന്നെ നാണം കെടുത്താൻ നോക്കും. എന്തിന്? ഇയാൾക്ക് ഉപകാരം ചെയ്തതിനോ? നിനക്ക് ഉപകാരം ചെയ്തു എന്നതാണോ ഈ മനുഷ്യൻ നിന്നോട് ചെയ്ത തെറ്റ്? എന്നിട്ട് നീ തിരിച്ചു കൊടുക്കാത്തപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്ന് തെറ്റാണോ? അദ്ദേഹത്തിന്റെ അവകാശമല്ലേ? നന്ദികേടല്ലേ ഇതൊക്കെ? നമ്മൾ നന്ദികേടല്ലേ മുഅ്മിനെ? നന്ദികേടല്ലേ ഒരു ഉപകാരം? അതുകൊണ്ട് അള്ളാഹു ആ വഴികൾ നമുക്ക് അടച്ചു വെച്ചു. നമ്മൾ നന്ദി ചെയ്യാത്തത് കൊണ്ട് അള്ളാഹു ആ വഴികൾ ആരും സഹായം ചെയ്യൂല. അതുകൊണ്ട് മനുഷ്യൻ മജ്ബൂറായി വട്ടിപ്പലിശക്കും അല്ലാതിനും പോകാൻ നിർബന്ധിതമായി പോകുന്ന അവസ്ഥകൾ വരുന്നില്ലേ? എന്തേ? അള്ളാഹ് ഹലാലായ വഴികൾ തന്നപ്പോഴേ നമ്മളതിനെ കൊട്ടിയടച്ചു. നന്ദി ചെയ്യേണ്ടതിന് പകരം നമ്മൾ നന്ദി കെടുത്ത് നമ്മളൊരു കടം വാങ്ങിയതിന് ഒരു പേടിയില്ല. കൊടുത്തോനെ അപ്പോൾ പേടി. കടം വാങ്ങിയ ഉഷാറായിട്ട് നടക്കുകയാണ്. കടം കൊടുത്തോൻ പഠിച്ചോനെ ചോദിച്ചാൽ കുറ്റം, ചോദിക്കാഞ്ഞാൽ അത് കിട്ടൂല. നീ എന്താ ചെയ്യുക? അപ്പോൾ പിന്നെ നമുക്ക് ഹറാമ് കൊണ്ട് തന്നെ പഠിച്ചോൻ വയറ് നിറപ്പിക്കേണ്ടി വരും. ഹലാല് കൊണ്ട് നമുക്ക് പരിഹാരം കിട്ടേണ്ട വഴികൾ നമ്മൾ അടച്ചു വെച്ചപ്പോൾ പുണ്യനബി നിങ്ങൾ പറയാ, 2 തവണ നിങ്ങൾക്ക് ഒരാൾ കടം തന്നാൽ ആ കടം കൊടുക്കുന്ന മനുഷ്യൻ അത് തിരിച്ചു കൊടുക്കണം. പക്ഷേ ആ 2 തവണ ഒരാൾക്ക് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്തതിൽ ഒരു തവണ കൊടുത്തത് സ്വതക്കയായിട്ട് അള്ളാഹ് സ്വീകരിക്കും. ഇയാൾ കൊടുത്ത സ്വതക്കൊന്നല്ല, അദ്ദേഹം കൊടുത്തത് കടമാണ്. പക്ഷെ അള്ളാഹു അത് സ്വതക്കയായി രേഖപ്പെടുത്തുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അൻളറ മുഅ്സിറൻ ഔ വളഅ അൻഹു വളല്ലഹു അല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലഹ്. അതിലും വലിയ കൗതുകം, കടം കൊടുക്കാൻ കഴിയുന്നവരെ, അള്ളാഹു സമ്പത്ത് നൽകിയവരെ, നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തു, അത് തിരിച്ചടക്കാൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് 1 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് മതി, 2 വർഷം കഴിഞ്ഞിട്ട് മതി, നിന്നെ കൊണ്ട് കഴിയുമ്പോൾ മതി എന്ന് നിങ്ങൾ ഒരാൾക്ക് സാവകാശം ചെയ്തു കൊടുത്തു. അല്ലെങ്കിൽ എനിക്കത് വേണ്ട, നീ തരേണ്ടതില്ല എന്ന് ഒഴിവാക്കി കൊടുത്താൽ നാളെ തണലുകളില്ലാത്ത നാളിൽ അള്ളാഹുവിന്റെ അർശിന്റെ തണലുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് തണൽ വിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ സൗഭാഗ്യം ഇത് മുതലാളിമാരോട് അല്ലാഹ് പറയാണ്. നിങ്ങൾ ഒഴിവാക്കി കൊടുക്കണം, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, ബുദ്ധിമുട്ടാക്കരുത്. സാരല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന നഷ്ടമല്ലേ, സാരല്ല, നിങ്ങൾക്ക് അല്ലാഹു ഒരുപാട് നിഅമത്ത് ചെയ്തില്ലേ, ഈ പാവം ഇനി ഇവിടെ നിന്ന് കടം വിട്ടാനാണ്, അതുകൊണ്ട് നീ ഒഴിവാക്കി കൊടുക്ക്. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണല് കൊണ്ട് അദല്ലഹുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അല്ലാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത നാളിൽ അല്ലാഹു അവർക്ക് തണൽ വിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, മൻ അൻളറ മുഅ്സിറൻ ഫലഹു ബികുല്ലി യൗമിൻ മിസ്ലിഹി സദഖ.
ഒരു മനുഷ്യൻ കടം കൊടുത്തിട്ട് തിരിച്ചടക്കേണ്ട മനുഷ്യനോട് സാവകാശം ചെയ്തു കൊടുത്താൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് മതി, ഒരു മാസം കഴിഞ്ഞിട്ട് മതി, ഒരു വർഷം കഴിഞ്ഞിട്ട് മതി എന്ന് സാവകാശം ചെയ്തു കൊടുത്താൽ ആ സാവകാശം ചെയ്ത സമയത്തിൽ എത്ര ദിവസമുണ്ടോ ആ ഓരോ ദിവസവും ആ സംഖ്യ സ്വതക്ക ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു നൽകുമത്രേ ഈ കടം കൊടുത്ത ആൾക്ക്. 1000 രൂപ കടം കൊടുത്തു, ഇന്ന് തരേണ്ടതാ പറഞ്ഞു, അടുത്ത മാസം ഈ ദിവസം തന്നാൽ മതി. 30 ദിവസമായില്ലേ, 30 ദിവസം 1000 വെച്ച് സ്വതക്ക ചെയ്ത കൂലി കിട്ടി. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. 365 ദിവസം 1000 രൂപ സ്വതക്ക ചെയ്ത കൂലി അല്ലാഹു ഇയാൾക്ക് കൊടുത്തു. എത്രയാണോ നിങ്ങൾ കടം കൊടുത്തത് ആ കടം കൊടുത്ത സംഖ്യ എത്ര ദിവസം നിങ്ങൾ നീട്ടിക്കൊടുത്തോ ആ ഓരോ ദിവസവും ആ സംഖ്യ നിങ്ങൾ ദീനിന് ദാനം ചെയ്ത കൂലി അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നു. എന്തിനെന്നറിയോ? മനുഷ്യന്മാർ എന്നിട്ടെങ്കിലും പലിശയുടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നൂറുകണക്കിന് ആളുകളെ നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് അല്ലേ? അസ്സലാമു അലൈക്കും എന്ന് പറയാം. അസ്സലാമു അലൈക്കും എന്ന് സലാം പറയൽ സുന്നത്താണ്. അസ്സലാമു അലൈക്കും എന്നത് അസ്സലാമു ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹ്, അല്ലാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് അസ്സലാം എന്ന് പറയുന്നത്. വദഅഹു അല്ലാഹു ഫിൽ അർള്, ആ നാമത്തെ അസ്സലാം എന്ന ഇസ്മിനെ അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയിരിക്കുന്നു. ഫഫ്ശൂഹു ബൈനക്കും, ആ നാമത്തെ നിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കണമേ. فإن الرجل المسلم إذا مر بقوم فسلم عليهم, ഒരാൾ നടന്നു പോകുമ്പോൾ ഒരു കൂട്ടം ആളുകളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ, അവരതിന് മറുപടിയും പറഞ്ഞാൽ, കാന ലഹു അലൈഹിം ഫദ്ലു ദറജ, ആ സലാം അടക്കിയവരെക്കാളും ഒരു സ്ഥാനം പറഞ്ഞ ആൾക്ക് ഏറെയുണ്ട്. കാരണം അദ്ദേഹമാണല്ലോ അത് ഓർമ്മിപ്പിക്കാൻ കാരണമായത്. ഇനി അവരെ സലാം മടക്കിയില്ല എന്ന് വിചാരിക്കാം. റദ്ദ അലൈഹി മൻ ഹുവ ഖൈറും മിൻഹും വഅത്യബ്, അവനേക്കാളും ഖൈറായ അവരെക്കാളും മുന്തിയവരായ സുന്ദരരും സംശുദ്ധരുമായ അല്ലാഹുവിന്റെ മലക്കുകൾ അതിന് മറുപടി പറയും. അതുകൊണ്ട് സലാം പറയാൻ നിങ്ങൾ മറക്കരുതേ. സലാം വർദ്ധിപ്പിക്കണം. മക്കൾ സ്കൂളിൽ പോകുമ്പോൾ, മദ്രസയിൽ പോകുമ്പോൾ വീട്ടുകാരോട് സലാം പറയണം. മക്കൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആദ്യം പറയേണ്ടത് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയലാവണം. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം സലാം പറയണം. വീട്ടുകാരോട് സലാം പറയണം. ഇവിടെ നമ്മൾ ആരെ കാണുന്നുണ്ടോ അവരോട് സലാം പറയണം. സലാം എന്നത് സമാധാനം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരുണ്യവാനായ അല്ലാഹുവിന്റെ രക്ഷയും അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ മഗ്ഫിറത്തും അല്ലാഹു നിങ്ങൾക്ക്, അവന്റെ ബറക്കത്ത് നിങ്ങൾക്ക് തരട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണത്. അസ്സലാം എന്നത് അല്ലാഹുവിന്റെ പേരാണ്, സ്വർഗത്തിന്റെ പേരാണ്, ദാറുസ്സലാം. രക്ഷയുടെ വഴിയിലേക്ക്, സമാധാനത്തിന്റെ വീട്ടിലേക്കാണ്, സ്വർഗത്തിലേക്കാണ് അല്ലാഹു നമ്മളെ വിളിക്കുന്നത്. അല്ലാഹു ഞങ്ങളെ അങ്ങോട്ട് എത്തിച്ചു തരണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സലാം വർദ്ധിപ്പിക്കണം. മാ മിൻ അഹദിൻ യൻസുറു മുസ്ലിമൻ ഫീ മൗതിനിൻ യുൻഖസു ഫീഹി മിൻ ഇർദിഹി وينتهك فيه من حرمته إلا نصره الله في موطن يحب فيها نصرته. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പരസ്പരം സഹായിക്കാൻ പഠിപ്പിക്കുകയാണ്. മാ മിൻ അഹദിൻ യൻസുറു മുസ്ലിമാ, നിങ്ങളുടെ കൂട്ടുകാരനായ ഒരാൾ, ആ മനുഷ്യന്റെ അഭിമാനം മറ്റുള്ളവർ പിച്ചു ചീന്തുമ്പോൾ, ശ്രദ്ധിക്കണം. അതൊക്കെ ഇങ്ങനെ കമന്റ് കയറി ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കമന്റ് അടിച്ച് എഴുതിവിടെ, എന്താ രസം എഴുതിവിടാൻ. എത്രയാണ് അതിൻ്റെ ഗൗരവം എന്നിവർക്കറിയോ? നമ്മൾ ദീൻ, ഇസ്ലാം, അഹ്ലുസുന്ന എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ആളുകളാണ്. എന്നിട്ട് പോലും പരസ്പരം ചീത്ത പറയാൻ വല്ലാത്ത ആവേശം, ആളുകളെ തെറി പറയാ, അതിന് ഭയങ്കരമായ ധൈര്യം, അതിനൊക്കെ കൂലിട്ടുന്ന വിചാരം. ഗീബത്ത് ഗീബത്താണ്, നമീമത്ത് നമീമത്താണ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ അഭിമാനം ഹനിക്കപ്പെടുമ്പോൾ, ഒരു മനുഷ്യന്റെ അഭിമാനം പിച്ചു ചീന്തപ്പെടുമ്പോൾ,
മാ മിൻ അഹദിൻ യൻസുറു മുസ്ലിമ ഫീ മൗതിനിൻ യുൻതഖസു ഫീഹി മിൻ അർളിഹി വയുൻ പോലും നമ്മൾ വകവെച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. മൻ ദബ്ബ അൻ അർളി അഖീഹി ബിൽ ഗീബ കാന ഹഖ്ഖൻ അല അല്ലാഹി യുഅ്തിഖഹു മിനൻ നാർ. ഒരു മുഅ്മിനായ മനുഷ്യനെ പറ്റി ആളുകൾ ഗീബത്ത് പറയുമ്പോൾ ആ മനുഷ്യന് വേണ്ടി പ്രതിരോധിച്ച് ആ മനുഷ്യൻ അങ്ങനെ പറയരുതേ, അതങ്ങനെയല്ല, ആ മനുഷ്യന് ഇന്നിന്ന നന്മകളില്ലേ എന്ന് ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടി ഒരാൾ പ്രതിരോധം തീർത്താൽ, അയാളുടെ അഭിമാനത്തെ സംരക്ഷിച്ചു നിർത്തിയാൽ, മറ്റുള്ളവർ പിച്ചു ചീന്തുമ്പോൾ ഈ പ്രതിരോധം തീർത്ത ആൾക്ക് അല്ലാഹു നരകത്തിൽ നിന്ന് ഇത്ഖ് നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിങ്ങനെ ദ്വാരക്കും റമദാനിൽ അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാക്കേണമേ, ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണമേ. ആരെയാ നരകത്തിൽ നിന്ന്? കാര്യമുണ്ടോ? ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തിട്ട് വലിയ ആവേശം കാണിച്ചിട്ട് പിന്നെ കുറെ ദിക്റും സ്വലാത്തും അല്ലാഹു സ്വീകരിക്കുമോ? ഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും. ആദ്യം നിങ്ങളുടെ വാക്കുകൾ നന്നാവട്ടെ, എന്നാൽ അല്ലാഹു നിങ്ങളുടെ അമലുകൾ നന്നാക്കി തരും. അമലുകൾ നന്നാവാതെ രക്ഷപ്പെടാൻ കഴിയില്ല മുഅ്മിനെ. അമലുകൾ നന്നായേ പറ്റൂ. നമ്മുടെ ഖൗലും ഫിഅലും നന്നാവണം. നമ്മുടെ വാക്കും നമ്മുടെ കിതാബ്, നമ്മൾ എഴുതുന്ന വചനങ്ങളും എഴുതുന്നതും പറയുന്നതും നന്നാവണം. മാ യഹ്റുമു കലാമുഹു ഫയഹ്റുമു കിതാബത്തു. എന്ത് പറയൽ ഹറാമാണോ അത് എഴുതലും ഹറാമാണ്. ഫിഖ്ഹിന്റെ മസലയല്ലേ ഇത്? അലിമീങ്ങൾ അഖ്ലാഖിൽ പഠിപ്പിച്ചിരുന്നില്ലേ ഇത്? അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി മുഅ്മിനീങ്ങളെ നമ്മൾ ഉണരണേ. നമ്മുടെ അമലുകളൊക്കെ ചോർന്നു പോയിട്ടുണ്ടാവും. അല്ലാഹു നമുക്ക് പടച്ച റബ്ബ് നമുക്ക് മാപ്പ് നൽകട്ടെ. അല്ലാഹു മാപ്പ് നൽകട്ടെ. മാ മിൻ ഇംറിഇൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഇല്ല ബതഅസ അല്ലാഹു 70000 മലക്കൻ യുസല്ലൂന അലൈഹി. 70000 മലക്കുകൾ ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? 70000 മലക്കുകൾ. ഒരു മലക്കല്ല, 7 അല്ല, 70 അല്ല, 70000 മലക്കിൻ. 70000 മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ഇരക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ലേ? മലക്കുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂലേ? യഊദു മുസ്ലിമ. നമ്മുടെ കൂടെയുള്ള മുഅ്മിനായ ഒരു മനുഷ്യൻ രോഗിയായി മാറുമ്പോൾ ആ രോഗിയെ പോയി സന്ദർശിക്കാം. ഒരു രോഗിയെ പോയി കാണാം. കൊറോണയ്ക്ക് ശേഷം ഈ ഉമ്മത്തിൽ നഷ്ടപ്പെട്ടു പോയൊരു ഇബാദത്താ രോഗസന്ദർശനം. വെറുതെ പേടിക്കുക. കൊറോണ കൂടുമെന്ന് പേടിച്ച പോലെ ഇപ്പൊ എന്ത് രോഗിയെ എടുത്തു പോകാനും പേടി. പരക്കുന്ന രോഗവും പരക്കാത്ത രോഗവും ഇല്ലേ? പരക്കുന്ന രോഗത്തിനല്ലേ പോണ്ടെന്ന് പറഞ്ഞുള്ളൂ. അല്ലാത്ത എത്ര അസുഖങ്ങളായി എത്ര ആളുകൾ വീടുകളിൽ കഴിയുന്നുണ്ട്. ആ മനുഷ്യരെ ഒന്ന് പോയി നോക്കൽ കൂലിയാണ്. മരിച്ചാൽ നമ്മളെല്ലാവരും വീട്ടിലെത്തും. ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ മനുഷ്യന് ഒരു നല്ല വാക്ക് പറയാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ ആ വീട്ടിൽ കയറാതെ അയാൾ മരിച്ചിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? മുഅ്മിനെ, മരിച്ചാൽ നമ്മളെല്ലാവരെ പറ്റി നല്ലത് പറയും. നല്ല മനുഷ്യനായിരുന്നു, അങ്ങനെ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു നല്ലതും പറയില്ല. എന്താ കാര്യം? ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ മനുഷ്യൻ അറിയുന്ന വിധം അയാളെ മുമ്പിൽ വെച്ച് പുകഴ്ത്താൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഒരു ഖൈർ നമ്മൾ പറയാറുണ്ടോ? മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സ്മരണിക, പിന്നെ അനുസ്മരണ സമ്മേളനം, എന്തൊക്കെയാ നോട്ടീസ്, വാട്സപ്പിൽ ഇങ്ങനെ വരും വലിയ വലിയ കഥകൾ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാൾക്കും പറ്റാത്ത മനുഷ്യനായിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓർമ്മ വരും. സംഭവം അയാൾ ചെയ്ത കുറേ നന്മകളുണ്ടല്ലോ റബ്ബേ, നമ്മൾ ഇപ്പോഴല്ലേ ഇതൊന്ന് കാണുന്നത്. അയാൾ എത്ര നന്മ ചെയ്ത മനുഷ്യനാ. നമ്മളൊരു അന്ധതയുടെ പേരിൽ അങ്ങനെ വല്ലാണ്ടങ്ങ് എതിർത്തില്ലേ? ആ മനുഷ്യൻ നന്മയില്ലായിരുന്നോ? ജീവിച്ചിരിക്കുമ്പോൾ നന്മ പറയും. മരിച്ചാൽ പറയൽ സുന്നത്താണ്, ജീവിച്ചിരിക്കുമ്പോൾ പറയലും നന്മയാണ്. അതും ഒരു ഹസനത്താണ്. ഒരു മുഅ്മിനെ പറ്റി നല്ലതേ പറയാവൂ. അത് ജീവിച്ചിരിക്കുമ്പോഴും അങ്ങനെ പറയാവൂ, മരിച്ചാലും അങ്ങനെ തന്നെ പറയാൻ പാടുള്ളൂ. മരിച്ചാൽ ഒട്ടും ഒരു മനുഷ്യനെ പറ്റി കുറ്റം പറയാൻ പാടില്ല. ജീവിച്ചിരിക്കുമ്പോഴും പറയരുത്. പക്ഷേ ഗീബത്ത് ഹലാലാവുന്ന ചില സമയങ്ങൾ ഉണ്ടാകാം. അതൊക്കെ വളരെ റയറും അതിസൂക്ഷ്മവുമായ മസ്അലകളാണ്. അത് അങ്ങനെ പെട്ടെന്ന് പറയാൻ പോലും പറ്റില്ല. അത് അത്രയും ഗൗരവമുള്ള മസ്അലകളാണ്. എവിടെ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്. لقد رأيت رجلا يتقلب في الجنة في شجرة قطعها من ظهر الطريق. വഴിയിലുള്ള മരം, ഇത് കേരളത്തിലൊക്കെ നന്നായിട്ട് നടപ്പാക്കാൻ പറ്റിയ മസലയാണ്. പക്ഷേ പ്രകൃതിവാദികളും അല്ലാത്തവരും നാടും ഗവൺമെന്റും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നാട്ടുകാർക്ക് പ്രയാസമുള്ള ഒരു മരം അത് മുറിച്ചു മാറ്റിയാൽ, അത് മാറ്റിയതിൻ്റെ പേരിൽ ഒരാൾക്ക് സ്വർഗത്തിൽ അല്ലാഹു ആനന്ദിക്കാൻ അവസരം കൊടുക്കുന്നു. ഒരു മനുഷ്യൻ അല്ലാഹു സ്വർഗപ്രവേശനം നൽകുന്നു. മാമിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ ആസ്വദിച്ച് തിമർത്താടുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. എന്താണ് ചെയ്ത വലിയ കാര്യം? നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, ഹറാമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അയാൾ ഏറെ ചെയ്ത ഒരു നന്മ എന്ന് പറയുന്നത് ഫീ ഷജറത്തിൻ ഖതഅഹാ മിൻ ളുഹ്രി ത്വരീഖ്. ജനങ്ങൾ പോകുന്ന വഴിയിൽ തടസ്സമാകുന്ന വിധം ഒരു മരമുണ്ടായിരുന്നു. ആ മരം അദ്ദേഹം മുറിച്ചു കളഞ്ഞു. കാനത്ത് തുഅ്ദിന്നാസ്
വണ്ടികളുടെ ദേഹത്ത് തട്ടും, ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും, തലയിലേക്ക് കൊമ്പ് മുറിഞ്ഞു വീഴും. ജനങ്ങൾക്ക് അപകടം വരുത്തുന്ന വിധം നിന്നിരുന്നൊരു മരം വഴിയിൽ നിന്ന് മുറിച്ചു മാറ്റിയതിന്റെ പേരിൽ അല്ലാഹു സ്വർഗം കൊടുത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിനെ ഞാൻ ഒന്നുകൂടെ നമ്മുടെ നാട്ടിലേക്കൊന്ന് ചേർത്ത് വെക്കട്ടെ. വഴിയിൽ തടസ്സം നീക്കിയതിന് സ്വർഗമുണ്ട്. അപ്പോ അയൽവാസിക്ക്, പരിസരത്തെ വീട്ടുകാർക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധം നമ്മുടെ മതിലുകൾ ഇടുക്കിയിട്ടും വഴികൾ ഞെരുക്കിയിട്ടും മതിലുകൾ അവിടെ നിന്ന് കൂർപ്പിച്ചു വെച്ചിട്ടും ഒരു വാഹനം ഒന്ന് ഒടിയാൻ പോലും കഴിയാത്ത വിധം ഇപ്പുറത്ത് എത്രയോ സ്ഥലം അല്ലാഹു നൽകിയ ആളുകൾ, ഒരു 1/2 സെന്റ് പോലും ഉണ്ടാവില്ല, 1/4 സെന്റ് പോലും സ്ഥലം വേണ്ടി വരില്ല. പൊതുജനങ്ങൾക്കും ആ വഴിയിലൂടെ കടന്നു പോകുന്നവർക്കും വാഹനത്തിന് പോലും ഒരതലും പിടിക്കലില്ലാണ്ട് ഒരു രോഗിക്കൊന്ന് ഈസിയിൽ കടന്നു പോകാൻ കഴിയാത്ത വിധം മതിലുകൾ കെട്ടി വഴികൾ ഇടുക്കി മനുഷ്യരുടെ മനസ്സുകളെ ഇടുക്കുന്ന ആളുകളുടെ ഈ പിശുക്കിന് എത്ര ശിക്ഷയായിരിക്കും അല്ലാഹു നൽകുന്നത്? നമ്മളെന്താ അത് മനസ്സിലാക്കാത്തത്? ആ ഒരു 0.5 സെന്റ് അല്ലെങ്കിൽ 0.6 എത്ര ചെറുത്, എത്ര ഒരു ചെറിയ പോർഷൻ ഉണ്ടാവുള്ളൂ. ആ ഒരു കോർണർ ഒന്ന് വളച്ചു കൊടുത്താൽ അവിടെ വാഹനങ്ങൾക്ക് തിരിയാൻ പറ്റും. പക്ഷെ ചെയ്യൂല. എന്താ സെന്റിന് വില എന്നോ? എനിക്കിതിന് എത്ര വില കിട്ടും? അതും പോകട്ടെ, നാട്ടുകാർ മുഴുവൻ കൂടിയിട്ട് ഞങ്ങൾ വില തരട്ടെ, ഞങ്ങൾ പൈസ തരാം എന്ന് പറയുമ്പോ ആ നാട്ടിൽ പരിചയമില്ലാത്ത സംഖ്യ പറഞ്ഞ് മനുഷ്യരെ ബുദ്ധിമുട്ടാക്കുക. 1 ലക്ഷം രൂപയുടെ വില ഉണ്ടാവുള്ളൂ. ഈ മനുഷ്യൻ പറയും, എന്റെ 1 സെന്റ് വഴിക്ക് വേണ്ടി തരണമെങ്കിൽ എനിക്ക് 20 ലക്ഷം വേണം. തോന്നിവാസം എന്നല്ലേ ഇതിന് പറയാൻ പറ്റുള്ളൂ? അഹങ്കാരം എന്നല്ലേ ഇതിന്റെ പേര്? പിശുക്ക് എന്ന് പറഞ്ഞാൽ മതി ഇതിനൊക്കെ. എന്നിട്ട് പള്ളി കമ്മിറ്റിയിലുണ്ടാവും, നാട്ടിലുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. ആദ്യം നമ്മൾ മനുഷ്യനാവാൻ പഠിക്കുക. നല്ല മനുഷ്യനാവാനാണ് പുണ്യനിബിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. നല്ല മനുഷ്യനാവും നമ്മൾ. ജനങ്ങളെ ബുദ്ധിമുട്ടാക്കല്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എടുത്തു കളഞ്ഞാൽ അവർക്ക് സ്വർഗമുണ്ട്. ഇത്തരം ആളുകൾ അവരുടെ മതിലുകളൊക്കെ ഒന്ന് വളച്ചു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ സൗകര്യപ്പെടുത്തിക്കൊണ്ട് ഒരൽപ്പം 1 ഇഞ്ച്, 1/2 ഇഞ്ച്, 1.5 ഇഞ്ച് ഒന്ന് മാറ്റിക്കുത്തിയാൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ. എത്ര നാടുകൾ വിഷമിക്കുന്നുണ്ട്, എത്ര വീട്ടുകാർക്ക് പ്രയാസമുണ്ട്. പറയാൻ പറ്റൂ ഇത്? ആ വീട്ടുകാർ ചോദിച്ചാൽ പിന്നെ അവരോട് ഖിയാമം വരെ വീട്ടുകാർ പിന്നെ മിണ്ടൂല, പിന്നെ പിണക്കായി. ചോദിക്കാനും വയ്യ, ചോദിക്കാതിരിക്കാനും വയ്യ. കണ്ടറിഞ്ഞ് ജനങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കേണ്ടവരല്ലയോ നമ്മൾ എന്തേ ഇങ്ങനെ പിശുക്കന്മാരായി പോയത്? നമ്മൾ എങ്ങോട്ടായി മണ്ണൊക്കെ വാരി വലിച്ചു കൊണ്ടുപോകുന്നത്? നമ്മുടെ 6 അടി മണ്ണിലേക്ക് ഇത് കൊണ്ടുപോകുമോ ഈ മതിലും ഗേറ്റും? വഴിയിലൂടെ പോകുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് എത്ര കൂലിയാണ് വിധങ്ങൾ പറഞ്ഞു, എത്ര പ്രതിഫലമാണ്. ഒരു വഴിക്കതിന്റെ അവകാശമുണ്ട്. ആ അവകാശം നിങ്ങൾ വഴി വെച്ചു കൊടുക്കണം. വഴിയുടെ അവകാശങ്ങളിൽപ്പെട്ട ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞത്. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും 1 ഇഞ്ച് പോകുമ്പോഴേക്ക് എന്താ നമുക്ക് ഇത്ര പേടി? അള്ളാഹു നമുക്കതിന് പകരം തരുമെന്നല്ലേ പുണ്യ റസൂല് പഠിപ്പിച്ചത്? അള്ളാഹുലും റസൂലും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പുണ്യനിബിധങ്ങൾ പറഞ്ഞ ഈ പ്രതിഫലത്തിൽ വിശ്വസിക്കണ്ടയോ നമ്മള്? അതുകൊണ്ട് ഒരു തടസ്സം നീക്കിയതിന് സ്വർഗത്തിൽ തിമിർത്താടുന്ന ഒരാളെ ഞാൻ കണ്ടുവന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മർറ റജുലുൻ ബിഗുസ്നി ഷജറത്തിൻ അലാ ളഹ്രി തരീഖ്. ഒരു വഴിയിൽ ഒരു മരത്തിന്റെ കൊമ്പിങ്ങനെ ചാഞ്ഞു കിടക്കുന്നത് ഒരു മനുഷ്യൻ കാണുന്നു. പുണ്യനബി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഖാൽ വല്ലാഹി ലഉൻഹിയന്ന ഹാദാ അനിൽ മുസ്ലിമീന ലാ യുഅദീഹിം. ഞാനിത് തീർച്ചയായും ഈ കൊമ്പ് ഞാൻ മുറിച്ചു മാറ്റുകയാണ്, ഇതിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് അത് പ്രയാസമുണ്ടാക്കും എന്ന് പറഞ്ഞ് ആ കൊമ്പ് അയാൾ മുറിച്ചു മാറ്റി. ഫഉദ്ഖിലൽ ജന്ന. ആ മനുഷ്യൻ അല്ലാഹു സ്വർഗ്ഗം കൊടുത്തുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇഷ്ടിക കഷ്ണം റോഡിലേക്ക് വീഴും. മെറ്റൽ കൊണ്ടുപോകുന്ന, ചിപ്സ് കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ നിന്ന് കരിങ്കൽ ചീളുകൾ റോഡുകളിൽ വീണുപോകും. സെൻട്രിങ്ങിന്റെ പണിക്ക് പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ആണിയടിച്ച പട്ടികകൾ റോഡിലേക്ക് വീഴും. ബൈക്കുകാർ കടന്നു പോകുന്ന നാടാ നമ്മുടെ നാട്. എത്രയോ ആളുകൾ സൈക്കിൾ കുറവാ, എന്നാലും ബൈക്കിൽ എത്ര ആളുകൾ യാത്ര ചെയ്യുന്നു. ചെറിയൊരു സാധനത്തിന് കയറിയാൽ ആ സാധനം വീഴും, തലയിടിച്ച് വീഴും, അപകടമുണ്ടാകും. വഴിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ വാഹനം നമ്മൾ നടന്നു പോകാൻ സേഫാണോ, സുരക്ഷിതം, റോഡിലേക്ക് ചാടണം എന്നല്ല ഞാൻ പറയുന്നത്. സുരക്ഷിതമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ കല്ലെടുത്ത് പുറത്തേക്ക് മാറ്റാം, റോഡിൽ നിന്ന് പുറത്തേക്ക് മാറ്റുക. ആ പലക കഷ്ണം എടുത്ത് മാറ്റുക. ഒരു തേങ്ങ വീണു എന്ന് വിചാരി, ഒരു മട്ടൽ വീണു, നമ്മൾ അത് കണ്ടത്. അടുത്തൊരു വാഹനം വരും മുമ്പ്, ഒരു ബസ് വരും മുമ്പ്, ഒരു കാറ് വരും മുമ്പ്, സ്കൂൾ വാനുമായി കുട്ടികളുമായി സ്കൂൾ വാന് വരും, അല്ലെങ്കിൽ ആളുകൾ, പ്രായമുള്ള ആളുകൾ നടന്നു പോകുന്ന വഴിയാണ്. നമ്മൾ അവിടെ നിന്ന് നിർത്തിയിട്ട് ആ ഒരു മട്ടലോ തേങ്ങയോ റോഡിൽ നിന്ന് മാറ്റി ഒന്ന് കാലുകൊണ്ട് തട്ടി മാറ്റിയാൽ അതിന്റെ പ്രതിഫലം എത്രയാണ്? മൻ റഫഅ ഹജറൻ അൻ തരീഖിൻ കുതിബ ലഹു ഹസന.
ഒരു വഴിയിലെ ഒരു കല്ല് നിങ്ങൾ എടുത്തു മാറ്റിയാൽ അള്ളാഹു നിങ്ങൾക്ക് ഒരു ഹസനത്ത് തരും. വമൻ കാനത് ലഹു ഹസന, ഒരു മനുഷ്യന് ഒരു നന്മയുണ്ടെങ്കിൽ വരെ ദഖലൽ ജന്ന, സ്വർഗ്ഗപ്രവേശനം സാധ്യമാകുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ കൃഷി ചെയ്യുന്നത് നിർത്തിവെക്കരുതേ എന്ന് പറഞ്ഞ റസൂലാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ പ്രതിഫലം ഒരു ചെടി വെച്ച് പിടിപ്പിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ റമദാൻ നാനാൻമുഖമായ നന്മകളെ കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ശരിക്കും മുതലാക്കണം. ഈ റമദാൻ നമുക്ക് ധാരാളം അമലുകൾ ചെയ്യണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരും റമദാനിന് വേണ്ടി ആദ്യം ഒരുങ്ങേണ്ടത് നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കിയിട്ടാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പ്, ആരോടൊക്കെ വൈരാഗ്യമുണ്ടോ, ആരോടൊക്കെ കിബർ തോന്നുന്നുണ്ടോ, എല്ലാം എടുത്ത് ഒഴിവാക്കുക. നമ്മളൊക്കെ പച്ച മനുഷ്യരാ, ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നാളെ ഹിസാബിന് നമ്മൾ ഒറ്റയ്ക്കാ പോകുന്ന പടച്ചവന്റെ മുമ്പിലേക്ക്. നമ്മുടെ ഖൽബ് നന്നാക്കിക്കോളി, ഹൃദയം നന്നാക്കിക്കോളൂ. ആരോടും വെറുക്കണ്ട. വെറുപ്പുണ്ടെങ്കിൽ അത് ഇന്നത്തെ നിമിഷം അത് ഒഴിവാക്ക്. ഖൽബ് ശുദ്ധിയാക്കാതെ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? പിണങ്ങി നിസ്കരിക്കുന്നവന്റെ നിസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കാതെ പെൻഡിങ് ആക്കി വെക്കുന്ന ഒരു നന്നാവട്ടെ എന്നിട്ട് മതി എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പിണക്കങ്ങളൊക്കെ നന്നായിക്കോളി. പെണ്ണുങ്ങളെ, ആണുങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, എൻ്റെ വിദ്യാർത്ഥിനികളെ, യുവാക്കളെ, യുവതികളെ, നമ്മുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന മാലിന്യങ്ങളെ നമ്മൾ ഇല്ലായ്മ ചെയ്യുക. ഹൃദയം ശുദ്ധിയാക്കിക്കോളൂ. യൗമ ലാ യൻഫഉ മാലും വലാ ബനീൻ വലാ ബനൂന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ അള്ളാഹിന്റെ മുമ്പിൽ രക്ഷപ്പെടുന്നത് ഹൃദയത്തിൽ കറകളില്ലാതെ വന്നവർ മാത്രമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനോടും വെറുപ്പ് തോന്നണ്ട, ഒരാളോടും വൈരാഗ്യം വെച്ച് നടക്കരുത്, ഒരാളോടും പകരം വീട്ടണം എന്ന ചിന്തയോടുകൂടെ നടക്കരുത്. അള്ളാഹുലേക്ക് വിട്. നീ മാപ്പ് ചെയ്തു കൊടുക്ക്. ആ മനുഷ്യന് വേണ്ട ശിക്ഷ അള്ളാഹ് കൊടുത്തേക്കും. പക്ഷെ നീ മാപ്പ് കൊടുക്ക്. മാപ്പ് കൊടുത്താൽ നിനക്ക് കൂലി കിട്ടും. നീ മാപ്പ് കൊടുക്കുന്നതോടുകൂടെ അള്ളാഹ് അവർക്ക് പുറത്തു കൊടുത്തു എന്നൊന്നും ഇതിനർത്ഥമല്ല. അത് മനസ്സിലാക്കിക്കോളൂ. തെറിയൊക്കെ വിളിച്ചിട്ട്, പറയാവുന്നതൊക്കെ പറഞ്ഞിട്ട്, ഒറ്റക്കും കൂട്ടത്തിലും ഒക്കെ ഗീബത്തും നമീമത്തും ഹോൾസെയിലാക്കി കൊടുത്തിട്ട് ഒരു ക്ഷമാപണം എഴുതി വിട്ടാൽ ആ മനുഷ്യനത് സ്വീകരിച്ച് പൊരുത്തപ്പെട്ടാൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർന്നു. പക്ഷേ ഗീബത്ത് എന്നത് അള്ള ചെയ്യരുതെന്ന് പറഞ്ഞ പണി നിങ്ങൾ ചെയ്തതാ. അത് അള്ളാഹിനോടും കൂടെ ചെയ്തൊരു പാപമാണ്. അത് അള്ള തന്നെ പൊറുക്കണം. നിങ്ങൾ മാപ്പാക്കിയത് കൊണ്ട് മാത്രം അള്ള പുറത്തു തന്നു എന്നതിനർത്ഥമില്ലെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തെറ്റുകൾ എന്നത് വലിയൊരു ഭാരമാണ്. തെറ്റുകൾ എന്നത് ഗൗരവമാണ്. അത് ചെയ്യാതിരുന്നാൽ നമുക്ക് രക്ഷപ്പെടാം. ചെയ്തു പോയ തെറ്റുകൾക്ക് തൗബ ചെയ്തോളൂ. ആരോടാണോ നമ്മൾ അനീതി ചെയ്തത്, ആരെയൊക്കെ പറ്റിയാണോ അവരറിയാതെ നമ്മൾ വേണ്ടാത്തത് പറയുകയോ എഴുതുകയോ ചെയ്തത്, ആ മീഡിയത്തിൽ എവിടെയാണോ, ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൽ തന്നെ മാപ്പ് പറയണം, യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ മാപ്പ് പറയേണ്ടി വരും. എത്ര ആളുകളോട് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ആളുകൾ മുഴുവൻ അറിയുന്ന വിധം നിങ്ങൾ മാപ്പ് പറയേണ്ടി വരും. എന്നാലേ ആ പാപത്തിന്റെ ഒരു പകുതി ക്ലിയർ ആവൂ. ഇപ്പുറത്തെ ഈ മനുഷ്യൻ നിങ്ങൾക്ക് മാപ്പ് തന്നാൽ, പിന്നെ ഒരാൾ മാപ്പ് ചോദിക്കുമ്പോൾ മാപ്പ് കൊടുക്കണം എന്നാണ്. പക്ഷെ മാപ്പ് ചോദിക്കാതിരിക്കുന്നവരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. റമളാൻ വരുമ്പോഴും, ഇനി റമളാനിൽ ഉണ്ടാവും കുറച്ച് വിവാദങ്ങൾ വരാൻ. റമളാനിൽ പ്രത്യേകമായ ഒരു ആവേശമാണ്. കുറച്ച് ആൾക്കാരൊന്ന് പിച്ച് ചീന്താതെ അത് റമളാനിൽ നമ്മുടെ കൂലി നഷ്ടപ്പെട്ടു.